വാർത്താ വ്യക്തിയിലേക്ക് സ്വാഗതം. പ്രവർത്തകർക്ക് അർഹതപ്പെട്ട സീറ്റുകൾ നേതാക്കന്മാരുടെ മക്കൾക്ക് കൊടുക്കുക എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എല്ലാവരുടെയും തലയ്ക്ക് മീതെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. താങ്കളെപ്പോലെ ഒരാൾ മന്ത്രിയാവാതെ മാറ്റി നിർത്തിയത് എന്തുകൊണ്ടാണ്? മന്ത്രിയാകണമെന്നുള്ള ആഗ്രഹം ജീവിതത്തിൽ എന്നത്തേക്കുമായിട്ട് ഞാനത് ഉപേക്ഷിച്ചു. ഇപ്പോഴും കോൺഗ്രസിലെ യുവത്വം എന്ന് പറയുന്നത് 75-80 വയസ്സായ ആൾക്കാരാണ്. എനിക്ക് ആ കാര്യത്തിൽ ചില കാര്യങ്ങൾ CPM-നോട് ചില ബഹുമാനമുണ്ട്. അവർ ആ രാജ്യസഭാ സീറ്റ് ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. കാരണം കോൺഗ്രസിനൊരു നിലപാടില്ല എന്നുള്ള ആക്ഷേപമാണ് വന്നത്. കാരണം വിശ്വാസികളുടെ കൂടെയാണ്. രാഹുൽ ഗാന്ധി ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ച് പറയുന്നു, സ്ത്രീകൾക്ക് അവിടെ കയറാനുള്ള അവകാശമുണ്ടെന്നുള്ള രീതിയിൽ. സംസ്ഥാന പാർട്ടി പറയുന്നു വിശ്വാസത്തിൻ്റെ കൂടെയാണെന്ന് പറയുന്നു. CPM-ന് നയമുണ്ട്. CPM പറഞ്ഞ് അതിൽ ഞങ്ങൾ യുവതികളോടെ കയറണം, സുപ്രീം കോടതി വിധി മാനിക്കപ്പെടണം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. BJP-ക്ക് RSS-ഉം അവർ പറയുന്നത് വിശ്വാസികളുടെ പക്ഷത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. നിങ്ങൾ ഒന്ന് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വളരെ സോബറായിട്ട് വിശ്വാസികളുടെ കൂടെ നിൽക്കുന്നു. ഇതൊരു ഇരട്ടത്താപ്പ് നയമല്ലേ? ഇല്ല, തീർച്ചയായിട്ടും അല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ വ്യക്തിപരമായി ഞാൻ ഒരു ലിംഗനീതിക്ക് വേണ്ടി നിൽക്കുന്ന സ്ത്രീക്ക് തുല്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മുടെ പൊതുസമൂഹത്തിൽ, പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിൽ എല്ലാവരുടെയും മനസ്സിലൊരു സ്ത്രീ വിരുദ്ധതയുണ്ട്. ആ ഒരു സ്ത്രീ വിരുദ്ധ സമൂഹമാണ് കേരളം. എൻ്റെ ഉള്ളിലുണ്ടത്. ഞാനത് മാറ്റിക്കൊണ്ട് വരാൻ ശ്രമിക്കുകയാണ്. സ്ത്രീയെ ഇങ്ങനെ ഒരു ചരക്കായിട്ട് കാണുക, അതങ്ങനെ ആ വകനെയുള്ള ചിലപ്പോൾ ഉപയോഗിക്കുന്ന ആളുകൾ തമ്മിൽ ഉപഭോഗ വസ്തു എന്നുള്ള നിലയിൽ ചരക്കെന്നുള്ള വാക്കാണല്ലോ ഉപയോഗിക്കുന്ന പലരും. നമ്മുടെ അമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മകൾ, ആ ഒരു ആംഗിളിൽ കൂടി നമ്മൾ സ്ത്രീയെ കാണാനൊന്ന് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യാസം വരും. അപ്പോൾ ആ സ്ത്രീയുടെ ഒരു നീതി, ഒരു തുല്യത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുന്ന ആളാണ്. കാരണം ആ സ്ത്രീ വിരുദ്ധതയിൽ നിന്ന് കേരള സമൂഹം പുറത്തു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ CPM എടുത്ത നിലപാടിനെ ഞാൻ പറയാം, തീർച്ചയായിട്ടും പറയാം. ഞാൻ ഇൻ പ്രിൻസിപ്പിൾ ഇതിനോട് യോജിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ ഉണ്ടായ സംഭവം എന്താണ്? പക്ഷെ കോൺഗ്രസ് എടുത്ത നിലപാടിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് UDF ഗവൺമെൻറ് ഇരിക്കുമ്പോൾ തന്നെ ഈ ആചാരങ്ങൾ സംരക്ഷിക്കണമെന്നും നിലവിലുള്ള ആചാരങ്ങൾക്ക് മാറ്റം വരുത്തരുതെന്നും അത് ആ സമൂഹത്തിൽ തന്നെ ഒരു ചർച്ചയായിട്ട് വരണം, അതാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്, അല്ലെങ്കിൽ UDF നേതൃത്വം, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. അപ്പോൾ UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും അന്നെടുത്ത ആ സ്റ്റാൻഡിലാണ് ഉറച്ചു നിന്നത്. UDF ഗവൺമെൻറ് ഉണ്ടായിരുന്ന സ്റ്റാൻഡിലാണ് ഉറച്ചു നിന്നത്. മറിച്ച് BJP ആദ്യം ഇതിനെ സ്വാഗതം ചെയ്യുകയും പിന്നീട് ഒരാൾക്കൂട്ടമുണ്ടായി. കാരണം ഈ ശബരിമലയിലെ ആചാര ലംഘനം നടക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വലിയ ആൾക്കൂട്ടം ഉണ്ടായി. ആ ആൾക്കൂട്ടത്തോടൊപ്പം ചേരുകയും അതിന്റെ മുമ്പിൽ എത്തിച്ചേരുകയാണ് ചെയ്ത്. കോൺഗ്രസ് അങ്ങനെ എടുത്തില്ല എന്ന് പറയാൻ പറ്റുമോ? മുല്ലപ്പള്ളി സ്വാഗതം ചെയ്തു, കെ സുധാകരൻ എതിർത്തു, അതിനുശേഷമാണ് കോൺഗ്രസ് നിലപാട് മാറ്റിയത്. തത്വത്തിൽ സ്വാഗതം ചെയ്യുന്നവരാണ് എല്ലാവരും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ സമീപനം പറഞ്ഞത് അത് തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞതും രാഹുൽ ഗാന്ധി പറഞ്ഞതുമെല്ലാം. UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും രണ്ട് കാരണങ്ങൾ, ഒരു രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടുകൂടിയാണ് ആ തീരുമാനമെടുത്തതെന്ന്. ഞാനതുകൊണ്ടാണ് അവരെ ഡിസോൺ ചെയ്യാത്തത്, അവരെ പറ്റി ആക്ഷേപിക്കാത്തത്. കാരണം പിന്നീട് അതെങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? CPM ഗവൺമെൻറ് അതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ഗവൺമെൻറ് ഈ ഒരു നിലപാട് വ്യക്തമാക്കി, ശരിയാണ്. പക്ഷെ നിലപാട് വ്യക്തമാക്കിയിട്ട് എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ആക്ടിവിസ്റ്റുകളെ അതിനകത്ത് കയറ്റാനും അതൊരു വേറൊരു രീതിയിൽ ഒരു ഗവൺമെൻറ്റും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ഒരു വിഷയം ഉണ്ടായാൽ, ഗവേണൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ പറയുമ്പോൾ ഭരണത്തിലിരിക്കുന്ന ആളുകൾ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതിൽ കുറേ ശ്രദ്ധ വേണം. ആ ശ്രദ്ധയില്ലാതെ കുറേ ഉദ്യോഗസ്ഥന്മാർക്കും കുറേ പേഴ്സണൽ സ്റ്റാഫിനും എല്ലാം ഈ കാര്യങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട്, കുറേ പോലീസ് സംരക്ഷണത്തിൽ ആളുകളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് കുറേ ആക്ടിവിസ്റ്റുകളെ അതിൻ്റെ അകത്ത് കയറ്റാൻ വേണ്ടി ഗവൺമെൻറ് നടത്തിയ ശ്രമം യഥാർത്ഥത്തിൽ അത് ആർക്കാ ഗുണമായത്? ഈ വിഷയത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ച BJP-ക്കും സംഘപരിവാർ ശക്തികൾക്കും ഗുണകരമായി മാറി. പക്ഷെ നിങ്ങളുടെ ആക്ഷേപമാണല്ലോ, RSS-നും BJP-യും എതിർക്കുന്ന പാർട്ടിയാണ് CPM. പിന്നെ എങ്ങനെയാണ് CPM RSS-നും BJP-യും സഹായിക്കുന്നത്? അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇതിനകത്തൊരു വലിയ ഹിഡൻ ആയിട്ടുള്ളൊരു രാഷ്ട്രീയ അജണ്ട CPM-നും പിണറായി വിജയനും ഉണ്ട്. അവരെന്താ വളരെ സ്റ്റിഫ് ഒപ്പോസിഷനാണ് UDF. ഇപ്പോൾ തന്നെ സർവേ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് എന്താ,
20ൽ 16 സീറ്റുകൾ UDF കിട്ടുമെന്നാണ്. UDF ആണ് പ്രധാന പ്രതിപക്ഷം. അപ്പോൾ BJP ശക്തി പ്രാപിച്ചാൽ UDF ദുർബലപ്പെടും. അപ്പോൾ പ്രധാനപ്പെട്ട പ്രതിപക്ഷം BJP പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നു, പ്രധാന പ്രതിപക്ഷമായി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF നിൽക്കുന്നു. ആ UDF ദുർബലപ്പെട്ടാൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് ബെനിഫിഷ്യറി ആരാണ്? LDF ആണ്. ആ ഒരു കുതന്ത്രം പിണറായി വിജയൻ്റെയും CPMൻ്റെയും LDFൻ്റെയും നേതൃത്വത്തിലുണ്ടായിരുന്നു. അതായത് മകൻ മരിച്ചാലും കുഴപ്പമില്ല, മരുമകളുടെ കണ്ണീര് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില അമ്മായിയമ്മമാരെ പോലെയായി CPM നേതൃത്വം. ഈ കളിച്ച കളിയുടെ നഷ്ടമുണ്ടാകാൻ പോകുന്നത് CPMനും LDFനും ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എന്നിട്ടും CPMന് വലിയ ക്ഷീണം സംഭവിച്ചു. തദ്ദേശ സ്വയംഭരണ കൊച്ചി മുതൽ മലബാറിലും കൊച്ചിയിലൊക്കെ അവരാണ് കൂടുതൽ സീറ്റുകൾ ജയിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ വളരെ പ്രാദേശികമായ കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ബൈ ഇലക്ഷൻ വരുമ്പോൾ വളരെ പ്രാദേശികമായ കാര്യങ്ങളാണ് ഈ പ്രശ്നങ്ങളാകുന്നത്. അതൊന്നും ഒരു രാഷ്ട്രീയ കാലാവസ്ഥയെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രതിഫലിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഒന്നുണ്ട്, കോൺഗ്രസ് നേതൃത്വം അവർ വ്യക്തമാക്കിയിട്ടുള്ളത്, ഇപ്പം ഞങ്ങളൊക്കെ വളരെ വിശദമായ ചർച്ച ഈ കാര്യത്തിൽ വളരെ ഡിബേറ്റ് നടന്നിട്ടുള്ള ഒരു പാർട്ടിയാണ്, വളരെ തുറന്ന ചർച്ച. മുല്ലപ്പള്ളി രാമചന്ദ്രൻ PCC പ്രസിഡന്റ് ആയതിനു ശേഷം വലിയ ചർച്ച ഈ കാര്യത്തിൽ ഞങ്ങളെല്ലാം തമ്മിലുണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് BJP എടുക്കുന്ന തരത്തിലുള്ള ഈ വിഷയത്തെ കമ്മ്യൂണലൈസ് ചെയ്യുന്ന ആ നിലപാടിനോടൊപ്പം നമ്മൾ നിൽക്കാൻ പാടില്ല. നമ്മൾ സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയണം. അതേ അവസരത്തിൽ അതിനെ ശക്തിയായി എതിർത്താൽ അത് BJPക്ക് ഒരു ഹിന്ദു വർഗീയത ആളിക്കത്തിക്കുന്നതിനുള്ള അവസരം കൂടിയായി മാറും. യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം അത്തരം BJPക്ക് ഒരു വർഗീയത കേരളത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരത്തിന് തടസ്സമായി നിൽക്കുകയാണ് ഉണ്ടായത്. പിന്നോക്ക സമുദായങ്ങളിൽ പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിലും ദളിത്സിലൊക്കെ കടന്നു കയറാൻ കോൺഗ്രസിന് അടുത്ത കാലത്തൊക്കെ സാധിച്ചിരുന്നു. പക്ഷെ അവരൊക്കെ വീണ്ടും CPMലേക്ക് തന്നെ തിരിച്ചു പോകുന്നൊരു അവസ്ഥയുണ്ടായില്ല. ഈ ഡിവൈഡ്, ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണൽ ഡിവൈഡ്. ആ ശ്രമമാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ കമ്മ്യൂണലൈസ് ചെയ്യാൻ, ഡിവിഷൻ ഉണ്ടാക്കാൻ രണ്ടുപേരും ശ്രമിക്കുകയാണ്. BJP ശ്രമിക്കുകയാണ്, അതുപോലെ CPM ശ്രമിക്കുകയാണ്. CPM ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നോക്കുന്നു, പിന്നോക്ക സമുദായങ്ങളെ ഒരു വശത്ത് അണിനിർത്താൻ. സവർണ അവർണ പോരാട്ടം എന്ന് പറയുന്നത് ഈ ശബരിമല വിഷയത്തിൽ എവിടെയാണ് സവർണ അവർണ പോരാട്ടം? എന്തിനാണ് അങ്ങനെ ഒരു ഹിന്ദു സമൂഹത്തെ ഡിവൈഡ് ചെയ്യുന്നത്? ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഡിവൈഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഹിന്ദുക്കളെ രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടി ഡിവൈഡ് ചെയ്യുന്നതും. അത് BJP ചെയ്യുന്നത് വേറൊരു തരത്തിൽ CPM ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താ? കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കാണ് കീറി പറഞ്ഞു. അങ്ങനെ ഹിന്ദുക്കളെ ഡിവൈഡ് ചെയ്തിട്ട് BJPക്കോ കോൺഗ്രസിനോ ഇല്ലാത്ത എന്ത് നേട്ടമാണ് CPMനുള്ളത്? CPM കരുതുന്നത് CPMനുള്ളൊരു വോട്ട് അത് നഷ്ടപ്പെടാതെ നോക്കുക. അതോടൊപ്പം തന്നെ ഹിന്ദുക്കളിലെ ഒരു വിഭാഗത്തിനെ കൺസോളിഡേറ്റ് ചെയ്ത് അത് കൂടെ നിർത്തുക. BJPയുമായി ഞങ്ങളാണ് ഫൈറ്റ് ചെയ്യുന്നത് എന്ന് വരുത്തി തീർത്ത് ന്യൂനപക്ഷ വോട്ടുകൾ നിൽക്കുക. പക്ഷെ അവിടെ പാളി പോകാൻ പോകുന്നത് ചെങ്ങന്നൂർ അത് വിജയിച്ചില്ലേ? അല്ല, ചെങ്ങന്നൂരൊക്കെ പല തന്ത്രങ്ങളും പല കാര്യങ്ങളും അവരുടെ വിജയിച്ചു. സത്യമാണ്. നമ്മുടെ അശ്രദ്ധ കൂടി ചെങ്ങന്നൂർ വീണ്ടും വീണ്ടും പറയുന്നുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ചെങ്ങന്നൂരിലെ പാഠം പഠിച്ചിട്ടില്ല. നമ്മൾ കാരണമായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ മൈനോറിറ്റിയെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താ? അവർ വലിയൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട് അവരുടെ മനസ്സിൽ. ഒരു വല്ലാത്തൊരു പ്രശ്നമുണ്ട്. കാരണം മോഡി ഭരണകൂടം അവരുടെ രാജ്യത്ത് ജീവിക്കാൻ അനുവദിക്കാത്തൊരു സംഭവത്തിലേക്ക് പോവുകയാണ്. വലിയൊരു തീവ്രമായ വർഗീയത വരികയാണ്. ഇനിയും ഒരു മോഡി ഭരണത്തിന് വീണ്ടും ഒരു അവസരം കിട്ടിയാൽ അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്നുള്ളൊരു ഭീഷണിയുണ്ട്. അവരെടുത്തിരിക്കുന്ന സ്ട്രാറ്റജി എന്താണ്? എവിടെയാണ് ആരാണ് BJP ആയിട്ട് ഏറ്റവും നന്നായി ഫൈറ്റ് ചെയ്യുന്ന അവരെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അതിശക്തമായ തിരിച്ചുവരവും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയഭൂമിയിലെ കോൺഗ്രസിൻ്റെ 3 സംസ്ഥാനങ്ങളിലെ അത്യുജ്വലമായ വരവും വലിയ ആവേശമാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പറയാൻ പറ്റുമോ? ജസ്റ്റ് ഒരു നാരോ മാർജിൻ അല്ലേ? അത് ശരിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മധ്യപ്രദേശാണ് നാരോ മാർജിൻ പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ അധികാരം, പണം, ഒരു 25 വർഷക്കാലത്തേക്ക് മോഡി അധികാരത്തിലുണ്ടാകും എന്നുള്ളൊരു ചിന്ത ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒരു വർഷം 2 വർഷം മുമ്പൊക്കെ. ഇയാളെ ആർക്കും താഴെ ഇറക്കാൻ പറ്റില്ല. ആ പ്രതീതിയെല്ലാം മാറി. നോട്ട് നിരോധനം സമ്മാനിച്ച ഒരു നോട്ട് നിരോധനം മാത്രമല്ലല്ലോ, ആളുകൾ ഇപ്പോൾ മറ്റതെന്താണ്, എല്ലാവരും തെരഞ്ഞെടുപ്പ് രംഗമാകുമ്പോഴേക്കും വർഗീയ പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ അവരെന്താ ചെയ്തത്? 5 മാസം ഇലക്ഷനുള്ള 4 മാസം. ഇപ്പോഴാണ് പറയുന്നത് രാമജന്മഭൂമി ഒരു വിഷയമാക്കാൻ നോക്കുന്നത്. സത്യത്തിൽ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു വലിയ വാക്കുണ്ട്. ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നൊരു വാക്കാണ്. സത്യാനന്തരമാണ്. സത്യാനന്തര യുഗമാണിത്. ഇപ്പോൾ ബ്രെക്സിറ്റിനെ പറ്റി,
ബ്രിട്ടൻ്റെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള തിരിച്ചുവരവ്, ട്രംപിൻ്റെ ഇലക്ഷനൊക്കെ. അതായത് പോസ്റ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു നാട് ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ സൈഡ് ലൈൻ ചെയ്യുക, എന്നിട്ട് ഇമോഷണലായിട്ടുള്ള വൈകാരികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അപ്പോൾ മോഡി ഗവൺമെൻറ്റും BJPയും ആഗ്രഹിക്കുന്ന എന്താ? തിരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുമ്പോൾ ഡിമോണിറ്റൈസേഷൻ ചർച്ച ചെയ്യാൻ പാടില്ല, GST ചർച്ച ചെയ്യാൻ പാടില്ല, ഇന്ത്യയിലെ തകർന്നുപോയ സമ്പദ് വ്യവസ്ഥ ചർച്ച ചെയ്യാൻ പാടില്ല, ഇൻസ്റ്റിറ്റ്യൂഷനുകളെ തകർത്തത്, സ്ഥാപനങ്ങളെ തകർത്തത് ചർച്ച ചെയ്യാൻ പാടില്ല, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിയത് ചർച്ച ചെയ്യാൻ പാടില്ല, നമ്മുടെ ഈ പറയുന്ന കള്ളപ്പണം 15 ലക്ഷം രൂപ പുറത്തുനിന്ന് കൊണ്ടുവരുമെന്ന് ചർച്ച ചെയ്യാൻ പാടില്ല, ഈ പശുവിൻ്റെ പേരിലുണ്ടാക്കിയ അക്രമങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല. അതിന് പകരം എന്താ? ഇന്ത്യ രണ്ടായി തിരിഞ്ഞിട്ട് രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയണോ വേണ്ടേ എന്നുള്ള കാര്യം മാത്രം ചർച്ച ചെയ്യുക. അപ്പോൾ ഒരു മെജോറിറ്റി രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയണം എന്ന് കുറേ ആളുകൾ പറയുമ്പോൾ വേറൊരു മൈനോറിറ്റി അത് വേണ്ടാന്ന് പറയും. അപ്പോൾ രണ്ട് ചേരിയായി തിരിക്കുക. അപ്പോൾ വൈകാരികമായ ഒരു പ്രശ്നത്തെ ഉയർത്തിക്കാട്ടുകയും അത് ചർച്ചയ്ക്ക് വയ്ക്കുകയും യഥാർത്ഥത്തിൽ രാജ്യം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ മറച്ചു വയ്ക്കുകയും ചെയ്യുന്ന ഒരു സത്യാനന്തര പോസ്റ്റ് ട്രൂത്ത് കാലമാണ്. കോൺഗ്രസിനെ കുറിച്ചും നേരത്തെ ഉണ്ടായിരുന്ന ആക്ഷേപതാണ്. പണ്ട് 2G സ്പെക്ട്രത്തിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് അഴിമതി അജണ്ട ആക്കിയിട്ടാണ് മോഡി ഭരണത്തിൽ വന്നത്. അപ്പോൾ അന്നും തീർച്ചയായും അതെല്ലാം പിന്നീട് അതെല്ലാം തെളിയിച്ചല്ലോ. 2G സ്പെക്ട്രത്തിലൊന്നും ഒരു അഴിമതിയില്ലെന്നും ഇതൊക്കെ വെറുതെ കൊട്ടിഘോഷിക്കപ്പെട്ട കാര്യങ്ങളാണെന്നൊക്കെ പിന്നീടും മനസ്സിലായല്ലോ. ആ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതിന് വേണ്ടി ചെയ്താണ് ആധാർ കാർഡിനെതിരായി നടന്ന സമരം. ഇപ്പം നിസ്സാര കാര്യത്തിൽ വരെ ആധാർ കാർഡ് വേണം. അന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നതിനെതിരായി സമരം. അതെല്ലാം രാഷ്ട്രീയമായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ സംഘപരിവാർ ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നത് ഈ ഒരു പോസ്റ്റ് ട്രൂത്ത് യുഗത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോവുകയാണ് അവർ. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വവും കോൺഗ്രസിൻ്റെ ശക്തമായ തിരിച്ചുവരവും ഈ കർഷകരുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്കതിനെ മറികടന്ന്, ഈ മോഡി പ്രഭാവത്തെ മറികടന്ന് ആ സംസ്ഥാനങ്ങളിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിനെ ശവപ്പെട്ടിമേൽ അവസാനത്തെ ആണി അടിച്ചെന്ന് പ്രഖ്യാപിച്ചാണ് എല്ലാവരും. അതിനെയൊക്കെ മറികടന്ന് നമുക്കവിടെ ഭരണത്തിലേറാൻ കഴിഞ്ഞു എന്നുള്ളതൊരു ആത്മവിശ്വാസമാണ്. ഈ രാഷ്ട്രീയ മാറ്റം കഴിഞ്ഞ 2-3 മാസക്കാലം കൊണ്ട് ഈ ദേശീയ തലത്തിലുണ്ടായ രാഷ്ട്രീയ മാറ്റം എന്ന് പറയുന്നത് അതാണ്. ഭയങ്കരമായ കോൺഗ്രസ് വിരോധം പോലും മാറ്റിവെക്കാൻ നിർബന്ധിതരായിരിക്കുന്നു ഒരുപാട് ആളുകൾ. അപ്പോൾ അത് മറ്റ് സഖ്യകക്ഷികളിൽ, പ്രതിപക്ഷ കക്ഷികളിലും കോൺഗ്രസിനെ കുറിച്ചുള്ള ആത്മവിശ്വാസം വളർന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഒരു ഇന്ദിരാഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരെക്കുറിച്ചുണ്ടായിരുന്ന ആക്ഷേപം നാണം കുണുങ്ങിയായ പ്രധാനമന്ത്രി എന്നായിരുന്നു. ആ നാണം കുണുങ്ങിയായ പ്രധാനമന്ത്രിയിൽ നിന്നും ഉരുക്കു വനിതയായ ലോകത്തിലെ ഏറ്റവും കരുത്തയായ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി മാറിയത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ വളരെ പ്ലാൻഡായിട്ട് സോഷ്യൽ മീഡിയ വഴിയും മറ്റു മാധ്യമങ്ങൾ വഴിയും അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. പക്ഷേ ഇന്ന് അദ്ദേഹം അഗ്രസീവായി, ഇന്ന് മോഡിയുടെ ഉറക്കം കെടുത്തുന്ന, മോഡിയുടെ അഴിമതി. ഇപ്പോൾ ഒരു കാര്യം, 1 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയതാണ് റഫാൽ യുദ്ധവിമാന ഇടപാടിലെ അഴിമതിയെക്കുറിച്ച്. അന്ന് രാജ്യം ശ്രദ്ധിച്ചില്ല. ഇന്ന് രാജ്യം ഏറ്റവും ചർച്ച ചെയ്യുന്ന അതൊക്കെ നമുക്കറിയാലോ. ഈ സ്ഥാപനങ്ങളെയെല്ലാം എങ്ങനെയാണ് ഇവർ അതിൻ്റെ അകത്ത് വെള്ളം ചേർക്കുകയും ആ സ്ഥാപനങ്ങളെല്ലാം അടിത്തറ മാന്തുന്നുള്ളതിന്റെ വലിയ ഉദാഹരണം സുപ്രീം കോടതി മോദിയുടെ കോടതിയിൽ വന്നല്ലോ. സുപ്രീം കോടതിയിൽ നിന്ന് 4 ജഡ്ജിമാർ പുറത്തു വന്നു പറഞ്ഞല്ലോ എന്താണ് എന്ന്. എന്നിട്ട് അത് പറഞ്ഞ ജഡ്ജിമാരിൽ ഒരാളാണ് ഇപ്പൊ ചീഫ് ജസ്റ്റിസ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് വിശ്വസിക്കണ്ടേ? ഇതൊക്കെയാണ്. എങ്കിലും അത് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, റഫാലിൻ്റെ കേസിൽ എന്താ പറയുന്നത്? ഈ വില അറിയരുത്. ലോകത്തെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാധനം, ആയുധം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അതിൻ്റെ വില പുറത്തു പറയാൻ പാടില്ല, അതൊരു രഹസ്യമാണ്, രാജ്യരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അരിയാഹാരം കഴിച്ച് ജീവിക്കുന്ന ആളല്ലേ? ആ വില പറയാൻ പാടില്ല. ഏത്? ഇന്ത്യയുടെ എക്സ്ചക്കറിൽ നിന്ന്, നമ്മൾ കൊടുത്ത നികുതി പണത്തിൽ നിന്ന് രാജ്യത്തിന് വേണ്ടി വാങ്ങിച്ച 526 കോടി രൂപയ്ക്ക് കിട്ടേണ്ട വിമാനം 1600 കോടി രൂപയ്ക്ക് വാങ്ങിച്ച് 3 ഇരട്ടി വിലയ്ക്ക് വാങ്ങിച്ചിട്ട് അതിൻ്റെ വില ഇന്ത്യയിലെ ജനങ്ങളോട് പറയില്ല, പാർലമെൻറ്റിൽ വെളിപ്പെടുത്തില്ല എന്നൊരു പ്രധാനമന്ത്രി നിലപാട് സ്വീകരിക്കുകയും റഫാൽ എന്നുള്ളൊരു വാക്കുപോലും മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി. ഇടതുപക്ഷമൊക്കെ പറയുന്നത് ഇടതുപക്ഷമൊക്കെ കൊണ്ടുവന്ന കർഷക സമരങ്ങളെ അവസാന നിമിഷത്തിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഇറക്കി ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയതാണ്. അതൊന്നും ഒരിക്കലും അല്ല. ഇടതുപക്ഷത്തിന് എവിടെയാണ്? മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും ഈ പറയുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്ത് അടിത്തറയുള്ളത്?
അവരൊരു സമരം നടത്തി, അത് സത്യമാണ്, സമരം നടത്തി. അതിനു മുൻപ് തന്നെ അവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പഞ്ചാബിൽ ഉൾപ്പെടെ പഞ്ചാബ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കർഷക പ്രക്ഷോഭം തുടങ്ങിയതാണ്. എന്നിട്ട് എന്താ കോൺഗ്രസ് ചെയ്തത്? ഈ പഞ്ചാബിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചു. കർഷകരുടെ കട എഴുതത്തുള്ള തീരുമാനം നമ്മളെടുത്തു. കോൺഗ്രസിനും ഒരു കാലത്ത് നേരത്തെ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ളൊരു നിലപാടെടുത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഈ ബാങ്ക് നാഷണലൈസേഷൻ കൊണ്ടുവന്നു. അങ്ങനെ ഒരു സമ്പന്നന്മാർ കൂടുതൽ സമ്പന്നന്മാരും പാവപ്പെട്ടവരുമാവുന്നതിന് തുടക്കം കുറിച്ചത് കോൺഗ്രസ് അല്ലേ? അവിടെയാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം. സാമ്പത്തിക നയത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അതാണ്. കാരണം ബി ജെ പി എക്സ്ട്രീം കോർപ്പറേറ്റിസമാണ്, കോർപ്പറേറ്റ് വൽക്കരണമാണ് പൂർണ്ണമായി. ഞങ്ങൾ അന്ന് നമ്മുടെ സാമ്പത്തിക നയം മാറ്റിയത് എന്താ? ഗ്ലോബൽ പ്രഷറാണ്, ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ലൈസൻസ് രാജിവെച്ച് ഇന്ത്യയെ അടച്ചുപൂട്ടി വയ്ക്കാൻ പറ്റില്ല. വലിയ മാർക്കറ്റായി ലോകം മാറുമ്പോൾ നമ്മൾ തുറന്നു കൊടുത്തു. നമ്മളെന്താ ചെയ്തത്? ആ ലോക സാമ്പത്തിക ക്രമത്തിൻ്റെ അതിൽ പങ്കാളികളായി ഖജനാവ് വർദ്ധിപ്പിച്ചു, നികുതി വർദ്ധിപ്പിച്ചു, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി. ഇനിയാണ് പ്രശ്നം. ജെയിംസ് ചോദിച്ച ചോദ്യം, അവിടെയാണ് നമ്മൾ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട്. ഈ പണം ഉണ്ടാക്കിയപ്പോൾ പണം എന്താ ചെയ്തത്? ഞാൻ പറയും, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം. ഈ പണം കൊണ്ടാണ് നമ്മൾ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാക്കിയത്, ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം ഉണ്ടാക്കിയത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ നടപ്പാക്കിയത്. ഇങ്ങനെയുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റുകൾ നടപ്പിലാക്കി ഇന്നിപ്പോൾ ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറയുന്നതിൻ്റെ ഒരു മുൻകാല അനുഭവമാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി. ഇന്ത്യയിലെ പാവപ്പെട്ട ഗ്രാമീണരുടെ വീടുകളിലേക്ക് ഈ പണം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ സമ്പത്തിൻ്റെ പുനർവിതരണമാണ് സോഷ്യലിസം. ഈ CPM പറയുന്നത് ഞങ്ങൾ കൂടി കോൺഗ്രസിൻ്റെ കൂടെ ഉള്ളപ്പോഴാണ് തൊഴിലുറപ്പ് പദ്ധതി വന്ന് ഞങ്ങളുടെയും കൂടി ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ഒരു കാര്യമില്ല, അത് കോൺഗ്രസിൻ്റെ ഒരു നയമല്ലേ, സോഷ്യലിസ്റ്റ് നയം കോൺഗ്രസിൻ്റെ അല്ലേ. പണം ഉണ്ടാക്കിയിട്ട് അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തെല്ലാം ചെയ്തു? ലാൻഡ് അക്വിസിഷൻ ആക്റ്റാണ് ഇന്ത്യയിലെ ബാങ്ക് നാഷണലൈസേഷൻ ആക്ട് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു നിയമനിർമ്മാണങ്ങളിലൊന്ന്. അതെല്ലാം കോൺഗ്രസ് കൊണ്ടുവന്നതാണ്. അപ്പോൾ കൂടുതൽ പണം സാധാരണക്കാർക്ക്, ഈ ഭൂമിയിൽ നിന്ന് ഭൂമി വിട്ടുപോകുന്നവർക്ക് കൊടുക്കേണ്ട സ്ഥിതി വന്നു. അപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതി, ആരോഗ്യ ദൗത്യം തുടങ്ങിയ ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഈ ലാൻഡ് അക്വിസിഷൻ, ഇതെന്നൊക്കെ പറയുന്നത് സോഷ്യലിസ്റ്റ് സമീപനമാണ്. പണം ഉണ്ടാക്കാതെ മാർക്സിസ്റ്റുകാർ പറയണ പോലെ പൈസ ഉണ്ടാക്കാൻ പാടില്ല. പൈസ ഉണ്ടാക്കാതെ ഈ പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ ബജറ്റിൽ തോമസ് ഐസക്ക് സ്വപ്ന പദ്ധതികൾ പ്രഖ്യാപിച്ചു. നമുക്കറിയാം നമ്മുടെ കേരള ബജറ്റിൽ പണമില്ലെന്ന്. മറിച്ച് പണം ഉണ്ടായിരുന്നെങ്കിലോ, ആ പദ്ധതികളെല്ലാം നടപ്പാക്കിയിരുന്നെങ്കിലോ. കോൺഗ്രസ് ചെയ്ത അതാണ്, പദ്ധതികൾ പ്രഖ്യാപിക്കുക മാത്രമല്ല ആ പദ്ധതിക്ക് വേണ്ടി ലോക സാമ്പത്തിക ക്രമത്തിൻ്റെ ആ വേൾഡ് എക്കണോമിക് ഓർഡറിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് തന്നെ പണമുണ്ടാക്കുകയും ആ പണം പാർട്ടിയാണ് ഈ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. ഗവൺമെൻറ്റിനെ കൊണ്ട് പാർട്ടി പ്രഖ്യാപിച്ച പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കുകയാണ് ചെയ്തത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം, BJP കാഡർ പാർട്ടിയാണ്, RSS ഇവിടെ CPM കാഡർ പാർട്ടിയാണ്, കോൺഗ്രസ്സിന് ഈ കാഡർ ഇതൊന്നുമില്ല, ഞങ്ങൾ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. പക്ഷേ സംഘടനാ ബലമില്ലാത്ത ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറി. കോൺഗ്രസ് ഒരു കേഡർ പാർട്ടി അല്ല. ഇപ്പം ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിലാണെങ്കിലും ഞാൻ പ്രവർത്തിക്കുന്ന മേഖലകളിലാണെങ്കിലും എന്നെ ചുമതലപ്പെടുന്ന സ്ഥലങ്ങളിലാണെങ്കിലും അങ്ങനെ ബൂത്ത് തലം മുതൽ ഒരു പാർട്ടിയെ ശക്തിപ്പെടുത്തി പാർട്ടി വളരെ സജീവമായി ഒരു CPM പോലെയോ ഒരു BJP പോലെയോ RSS പോലെയോ ഒന്നും ഒരു കേഡർ സംവിധാനമൊന്നും കോൺഗ്രസ്സിൽ പറ്റില്ല. കോൺഗ്രസ്സിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, പരസ്പരം ചർച്ച ചെയ്യും. VM സുധീരനും ഉമ്മൻചാണ്ടിയും തമ്മിൽ ബാർ ലൈസൻസിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളല്ലേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇത്ര വലിയ തോൽവി? അല്ല, അത് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനും VS അച്യുതാനന്ദനും തമ്മിൽ ഈ ഒരു കേഡർ പാർട്ടിയിൽ നിന്നുകൊണ്ട് എന്തുമാത്രം തർക്കങ്ങൾ നടന്നു. കേരളത്തിൽ ബ്രാഞ്ച് കമ്മിറ്റി വരെ അവർ തമ്മിലുള്ള വിഭാഗീയത താഴേക്ക് പോയി. പക്ഷേ അതിൻ്റെ പേരിൽ രണ്ടുപേരും ശിക്ഷ നേരിട്ടു. പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ ശിക്ഷ കൊടുക്കുന്നില്ലല്ലോ. അല്ല, ശിക്ഷയൊക്കെ വെറുതെ താൽക്കാലികമല്ലേ. അവർ രണ്ടുപേരും മുഖ്യമന്ത്രിമാരായില്ലേ. ആ വിഭാഗം ഇതിപ്പോൾ കേരളത്തിലെ BJP നേതൃത്വത്തിൽ ഈ ശബരിമല പറഞ്ഞു വന്നിട്ട് ആ BJPയുടെ സംസ്ഥാന കമ്മിറ്റി കൂടാൻ പറ്റാത്ത സ്ഥിതിയല്ലേ. കൂടിക്കഴിഞ്ഞാൽ എന്താ സ്ഥിതി? 2 വിഭാഗവും 3 വിഭാഗമായിട്ട് പരസ്പരം അടിയാണ്. അതെല്ലാം ഇന്നത്തെ കാലത്ത് പണ്ട് രാഷ്ട്രീയ പാർട്ടികളിലും മാത്രം ഗ്രൂപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അമ്പല കമ്മിറ്റിയിലും പള്ളി കമ്മിറ്റിയിലും മനുഷ്യർ, പ്രത്യേകിച്ച് മലയാളികളിൽ കൂടുന്ന എല്ലാ സ്ഥലത്തും ഈ പറയുന്ന ഈ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളുണ്ട്. നമ്മളെന്താ ചെയ്യേണ്ടത്? രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കുക, നമുക്ക് പൊതുവായൊരു കോമൺ ഗോൾ ഉണ്ടാക്കുക, ആ പൊതുവായ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും കൂടി ഒരുമിച്ച് നിർത്തി, സമാന ചിന്താഗതിക്കാരെ എല്ലാം കൂടി ഒരുമിച്ച് നിർത്തി പരസ്പരം സംസാരിച്ച് കളക്റ്റീവ് ലീഡർഷിപ്പാണ്. ഇപ്പോൾ കോൺഗ്രസ്സിൽ കേരളത്തിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയൊക്കെ ലീഡർഷിപ്പ് ഉണ്ടാക്കിയത് ആ കളക്റ്റീവ് ലീഡർഷിപ്പിന് വേണ്ട കൂട്ടായ നേതൃത്വം എടുത്ത് തീരുമാനമെടുത്തിട്ട് അത് ഭംഗിയായിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഇപ്പോൾ രാഹുൽ ഗാന്ധി വന്നിവിടെ പറഞ്ഞു പോയത് കേരളത്തിലും ഇന്ത്യയിലും വനിതകൾക്കും യുവാക്കൾക്കും യുവജനങ്ങൾക്കും കൂടുതൽ പ്രാതിനിധ്യം നൽകും. പക്ഷേ നിങ്ങൾ ഭൂരിപക്ഷം MP-മാർക്കും സീറ്റ് കൊടുക്കാനും തീരുമാനിച്ചു. പിന്നെ എവിടെയാണ്? അല്ല, അങ്ങനെ ഒരു സീറ്റുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല.
മുന്നണിയിലെ ചർച്ച നടക്കുന്നില്ല. ഇപ്പോൾ നാളെ നമ്മൾ UDF വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ബൈലാറ്ററൽ ഡിസ്കഷൻസ് നടക്കും. കോൺഗ്രസും മറ്റ് കക്ഷികളും പ്രധാന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് അവരെല്ലാവരോടും സംസാരിക്കും, ഒരു ധാരണയിലെത്തും. UDFൽ ഒരു തർക്കവും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഒരു പ്രൊസീജിയറുണ്ട്. കോൺഗ്രസ് ഒരു ഭാഗ്യം ചെയ്ത പാർട്ടിയല്ല കേരളത്തിൽ. കാരണം ശബരിമല ഇഷ്യൂവിൽ ഈ വെള്ളം കോരിയത് മുഴുവൻ CPM ഉം BJP RSS ആണ്. നിങ്ങൾ മിണ്ടാതെ കളി കണ്ടിരിക്കുന്നതാണ്. ഈ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞോണം, ഒന്നും ചെയ്യാതെ നിന്ന കോൺഗ്രസിന് 16 സീറ്റ് കിട്ടുന്നതാണ്. നമുക്കൊരു നിലപാടുണ്ടായിരുന്നു, സത്യസന്ധമായൊരിത്. കേരളം ഭിന്നിക്കപ്പെടരുത്, കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക് കീറിപ്പോകരുത്, ഇതിൻ്റെ പേരിൽ ഒരു ജാതീയമായ മതപരമായ ഭിന്നിപ്പ് കേരളത്തിൽ ഉണ്ടാകരുത് എന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്നു. അതൊരു സത്യസന്ധമായ നിലപാടാണ്. ആ നിലപാടിന് അംഗീകാരം കിട്ടും. അൾട്ടിമേറ്റായിട്ട് അതിനാൽ അംഗീകാരം കിട്ടും. എന്തു പറഞ്ഞാലും അത് കിട്ടും. ആ കാര്യത്തിൽ സംശയമില്ല. ശബരിമലയിലെടുത്ത നിലപാടിനാണോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിൻ്റെ നേതൃത്വത്തിൽ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന BJPക്കെതിരെയുള്ള ഫൈറ്റാണോ? അല്ല, തീർച്ചയായിട്ടും അത് വളരെ പ്രയോജനം ചെയ്യും. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനുണ്ടാകുന്ന ഉയർച്ച താഴ്ചകൾ കേരളത്തിലെ കോൺഗ്രസിനെ ബാധിക്കും. കാരണം കോൺഗ്രസ് ഒരു ദേശീയ അഭിപ്രായ വോട്ടെടുപ്പിലൊക്കെ കാണിക്കുന്നത് ഇപ്പോഴും സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായിട്ട് 230-40 സീറ്റ് കാണിക്കുന്നത് BJPക്കാണ്. 3 മാസം മുമ്പ് അവർക്ക് 300 സീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും 100, 190, 110 കാണിക്കുന്നത്. മൂന്നാം മുന്നണിക്ക് 140 സീറ്റാണ്. അതെല്ലാം വ്യത്യാസം വരും. പക്ഷേ രാജസ്ഥാനിലൊക്കെ നമ്മൾ BJPയുടെ നിന്ന് സീറ്റ് തിരിച്ചു പിടിച്ച് നമ്മൾ വലിയ ഹരിയാനയിലും പഞ്ചാബിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള എല്ലാ മഹാരാഷ്ട്രയിലും ഒക്കെ വലിയ മാറ്റം ഉണ്ടാവുകയാണ്. സൗത്ത് ഇന്ത്യയിലേക്ക് BJPയുടെ എൻട്രി വീണ്ടും തടയുകയാണ്. കോൺഗ്രസിലെ MLA-മാരും പലരും BJPയിലേക്ക് കയറാൻ നിൽക്കുകയാണ്. അവർ തമ്മിലൊരു വ്യത്യാസമില്ല എന്നുള്ളത്. അത് 1-2 സ്വതന്ത്രന്മാരായിട്ടുള്ള ആളുകളൊക്കെ അന്ന് പാർട്ടിയിലേക്ക് അന്ന് വന്നപ്പോൾ അന്ന് നമ്മൾ BJPയോടെ തോൽപ്പിക്കാനും അധികാരം നിലനിർത്താനും വേണ്ടി ശ്രമിച്ച ഭാഗമായിട്ട് ചിലരെയൊക്കെ നമുക്ക് സീറ്റൊക്കെ കൊടുത്തേക്കേണ്ടി വന്നു. അങ്ങനെ 1-2 പേര് അവിടെ ഇപ്പോൾ ഗവൺമെൻറ് വീഴുമെന്ന് പറഞ്ഞ് മറ്റേ ഹരിയാനയിൽ കൊണ്ടുപോയി റിസോർട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ടായി. അവിടെ ഗവൺമെൻറ് ഒന്നും വീണില്ലല്ലോ. അപ്പോൾ BJP നടത്തുന്നൊരു കുതിര കച്ചവടമുണ്ട്. കാരണം പണത്തിൻ്റെ ഈ പറയുന്ന സ്വാധീനത്തിൻ്റെ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ CBI, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, അപ്പോൾ അവിടേക്ക് ഇവിടുത്തെ പോലെയല്ല, ബിസിനസ്സുകാരായ ആളുകൾ കൂടി രാഷ്ട്രീയത്തിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ സമ്മർദ്ദം ചെലുത്താൻ ഈ ഏജൻസികളെ കൊണ്ട് പറ്റും. ഇപ്പോൾ DK ശിവകുമാറിൻ്റെ വീട് റെയ്ഡ് ചെയ്ത് എത്ര കേസുകൾ അദ്ദേഹത്തിനെതിരെ എടുത്തിരിക്കുന്നത്? അവിടുത്തെ മന്ത്രിയാണ്. അപ്പോൾ അവിടെ വ്യവസായികളായിട്ടുള്ള ആളുകൾ കൂടി കുറേ കൂടെ രാഷ്ട്രീയത്തിലുണ്ട്, ബിസിനസ്സുകാരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ പല ഈ NDAയിലേക്ക് ചില കക്ഷികളെയൊക്കെ കൊണ്ടുവന്നതും അങ്ങനെയുള്ള ചില ഏജൻസികളെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ എല്ലാം ചില ഇടപാടുകൾ, ഷെയ്ഡി ആയിട്ടുള്ള ചില ഏർപ്പാടുകളുടെ ഫയലുകൾ വെച്ചിട്ടാണ് അവരെ ഭീഷണിപ്പെടുത്തി ഒന്നുകിൽ നിങ്ങൾ NDAയിലേക്ക് വരിക അല്ലെങ്കിൽ ജയിലിലേക്ക് പോവുക എന്ന് അമിത്ഷായെ പോലുള്ള നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തിയിട്ടാണ് NDAക്ക് ഘടകകക്ഷി ഉണ്ടാക്കുന്നതും MLA പിടിക്കുന്നത് MPയെ പിടിക്കുന്നതൊക്കെ. ഇത്തവണയും നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസക്കുറവില്ലേ? നിങ്ങൾ ഇപ്പോഴും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വേണ്ട എന്നുള്ളത് പറയുന്നു, കള്ളത്തരം നടക്കുമെന്ന് പറയുന്നു. എവിടെയോ ഒരു അടി കിട്ടുമെന്നുള്ളൊരു പേടി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട വ്യാപകമായ ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പിന്നെ ഏത് തെരഞ്ഞെടുപ്പിൻ്റെയും യഥാർത്ഥ ട്രെൻഡിന് വിരുദ്ധമായ ചില റിസൾട്ടുകൾ വരുന്നു. അപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ ക്രെഡിബിലിറ്റി വളരെയധികം താഴോട്ട് പോയിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, അമേരിക്കയെ പോലുള്ള ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് പോലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വെച്ചല്ല തിരഞ്ഞെടുപ്പ് നടക്കണം, ബാലറ്റാ. എന്തുകൊണ്ടാണ് അവരത് ഉപയോഗിക്കാത്തത്? അവർക്ക് ആ ടെക്നോളജി ഇല്ലാത്തതാണ്, പണം ഇല്ലാഞ്ഞിട്ടാണ്. എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങളിലും അവർ ബാലറ്റ് പേപ്പർ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? നമ്മളത് ആലോചിക്കേണ്ട ഗൗരവതരമായ വിഷയമാണ്, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. സംസ്ഥാനത്തെ ബജറ്റ് വന്നിരിക്കുകയാണ്. ബജറ്റ് ഒരുപാട് വിലക്കയറ്റം ഉണ്ടാക്കുന്നു എന്നുള്ള ആക്ഷേപം നിങ്ങൾ തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഒരുപാട് ജനപ്രിയ കാര്യങ്ങൾ അതിലില്ലേ? ഒന്നാമത്തേത് ജനപ്രിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഇലക്ഷനല്ലേ വരാൻ പോകുന്നത്. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ പ്രളയാനന്തരം ആണ് ഈ ബജറ്റ് വരുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കണം. കാരണം ആയിരക്കണക്കിന് ആളുകളുടെ സർവ്വതും നഷ്ടപ്പെട്ട്, ഉപജീവന മാർഗ്ഗങ്ങൾ നഷ്ടപ്പെട്ട്, വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നു നിൽക്കുന്നൊരവസ്ഥയാണ്. പണം ഈ പറയുന്ന പ്രളയബാധിത പ്രദേശങ്ങളിൽ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നില്ല. ഒരു സാമ്പത്തിക മാന്ദ്യത്തിന് സമാനമായ സ്ഥിതിയിലേക്ക് പ്രദേശങ്ങൾ മാറുക. അപ്പം ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഈ കെയ്ൻസ് തിയറിയൊക്കെ എപ്പോഴും പറയുന്ന ആളാണ് തോമസ് ഐസക്. അദ്ദേഹം ഒരു സ്റ്റിമുലസ് പാക്കേജ് കൊണ്ടുവന്ന് ഈ സാമ്പത്തിക ക്രയവിക്രയങ്ങളെ ഒന്നുകൂടി ഉഷാറാക്കി ഈ മേഖലയെ കൊണ്ടുവരുന്നതാണ്. പക്ഷേ അദ്ദേഹം അതിന് പകരം ചെയ്തതെന്താ? 25 പദ്ധതികൾ പ്രഖ്യാപിച്ചു.
എല്ലാ വർഷവും ബജറ്റിലേക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പ്രോജക്റ്റ് കൊടുക്കുമ്പോൾ അതിലൊരു പ്രോജക്റ്റ് ഹൈലൈറ്റ് ഉണ്ടാവും. ആ ഹൈലൈറ്റ് ചെയ്ത പ്രോജക്റ്റുകളെല്ലാം കൂടി അദ്ദേഹം ഒരുമിച്ച് കൊണ്ടുവന്നു. പിന്നെ കുറേ ഡ്രീം പ്രോജക്റ്റുകൾ, വർഷങ്ങളായിട്ട് പറയുന്ന കോറിഡോർ, കൊച്ചി കോയമ്പത്തൂർ വ്യവസായ കോറിഡോർ, നമ്മുടെ റെയിൽവേക്ക് സമാന്തര റെയിൽവേ പാത തുടങ്ങിയ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു. എന്നിട്ട് ഇതൊക്കെയാണ് പദ്ധതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് കോടി രൂപ വേണം. അപ്പം നമ്മൾ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് നോക്കുന്നത്? ഇതൊന്നും അല്ല സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊന്നും കിഫ്ബിയിൽ നിന്ന് 10,000-20,000 കോടിയൊക്കെ കിഫ്ബിയുടെ സ്ഥിതി എന്താ? 2003 കൊല്ലമായി കിഫ്ബിയിലേക്ക്. കിഫ്ബിയുടെ പെർഫോമൻസ് എന്താണ്? തിരുവനന്തപുരം ജില്ലയിൽ 132 പദ്ധതികൾ കൊടുത്തതിൽ 3 കൊല്ലം മുമ്പ് കൊടുത്തതിൽ 12 പദ്ധതികളാണ് ഇതുവരെ തുടങ്ങാൻ പറ്റിയത്. ടോട്ടലായിട്ട് കേരളത്തിലെ കിഫ്ബിയിൽ പ്രഖ്യാപിച്ച പരിപാടികളിൽ 3 കൊല്ലമായിട്ടും തുടങ്ങാൻ പറ്റിയത് 18% പദ്ധതികൾ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ദോഷം എന്താ ഉണ്ടായത്? കിഫ്ബി വരും എന്ന് പറഞ്ഞുകൊണ്ട് ബജറ്റ് വർക്കും തന്നില്ല, ഇതും വന്നില്ല. 2 തരത്തിലുള്ള വികസനവും തടസ്സപ്പെടുത്തി. അപ്പോൾ ഇപ്പോൾ പൈസ ഇല്ല. കാരണം കറണ്ട് ഇയറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കറണ്ട് ഇയറിലെ സ്ഥിതി തന്നെ വളരെ നികുതി വരുമാനം 25% വർദ്ധിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. 10% ഉള്ളൂ. ചെലവ് വെട്ടിക്കുറച്ചു. അപ്പോൾ അടുത്ത വർഷത്തേക്കും ഇതേപോലെ തന്നെ ഒരു നികുതി വരുമാനമേ ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ ഈ കറണ്ട് ഇയറിനേക്കാളും മെച്ചപ്പെട്ട ഒരു വരുമാനം കേരളത്തിൽ ഉണ്ടാവില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ പറയുന്ന നികുതി ഈ തവണ വെട്ടിച്ചിട്ടുണ്ട്. പക്ഷേ BJP സർക്കാർ ജൂൺ വരെ അത് പിടിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജൂൺ കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിൽ ഒരു നികുതി വേട്ടയുണ്ടാവും. അതിൽ നിന്ന് വലിയ തോതിൽ പൈസ, ഈ വെട്ടിച്ചവരുടെ നിന്നൊക്കെയുള്ള പൈസ തിരിച്ചു വരുമെന്നുള്ളതാണ് ധനകാര്യമന്ത്രി അവകാശപ്പെടുന്നത്. എന്നാൽ പോലും മൊത്തം നികുതി വരുമാനം ഇപ്പോഴുള്ള 10% നിന്ന് 15% ഉയരാൻ സാധ്യതയുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. 5% നികുതി വർധനവ് മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ ചെലവ് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. 35% വരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അല്ല, അത് GST-യിൽ 30% വരെ. പക്ഷേ മൊത്തം നികുതി വരുമാനം 10 നിന്ന് 15 ഇത് ഉൾപ്പെടെ GST ഉൾപ്പെടെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ മുന്നണിയിൽ ഇപ്പോൾ കുറേ പടലപ്പണക്കളങ്ങളൊക്കെ നടക്കുകയാണ്. പ്രത്യേകിച്ച് ഘടകകക്ഷികൾ സീറ്റ് കൂടുതൽ ആവശ്യപ്പെടുന്നു. മുസ്ലിം ലീഗും ചോദിക്കുന്നു, കേരള കോൺഗ്രസ് ചോദിക്കുന്നു. കേരള കോൺഗ്രസിൽ തന്നെ 2 ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും തമ്മിൽ പ്രശ്നം വരുന്നു. താങ്കൾ ഈ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിനെതിരെ വലിയ ശക്തമായ നിലപാടെടുത്തിട്ടുള്ളൊരു കോൺഗ്രസ് നേതാവാണ്. എന്തു തോന്നുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ? അല്ല, ഇത് സ്വാഭാവികമായിട്ട് എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇങ്ങനെ സീറ്റുകളൊക്കെ ഘടകകക്ഷികൾ ചോദിക്കും. പക്ഷേ ഈ പ്രാവശ്യം ഇതുവരെ അറിയാൻ കഴിഞ്ഞത് ഘടകകക്ഷികളെല്ലാം കോൺഗ്രസിൻ്റെ നേതൃത്വം ഉണ്ടാകണം, ദേശീയ തലത്തിൽ ഉണ്ടാകണം, പരമാവധി കോൺഗ്രസ് MP-മാർ കേരളത്തിൽ നിന്ന് പോകണമെന്നുള്ള ആഗ്രഹക്കാരാണ്. പിന്നെ അവർ 1-2 സീറ്റൊക്കെ കൂടുതൽ ചോദിക്കുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ ഉഭയകക്ഷി ചർച്ചകളെല്ലാം നടത്തി ഒരു തർക്കവും ഇല്ലാതെ UDF ആയിരിക്കും കേരളത്തിൽ ആദ്യം. ഇപ്പോൾ നാളെ മുതൽ ചർച്ചകൾ തുടങ്ങുകയാണ്. വളരെ പെട്ടെന്ന് തീരുമാനം പ്രഖ്യാപിക്കും. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ഘടകകക്ഷികളെ പണക്കരുത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആരെയും പണക്കില്ല. ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞു കോട്ടയത്തെ സീറ്റ് കേരള കോൺഗ്രസിനുള്ളതാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞു. തീർച്ചയായിട്ടും. അല്ല, ഇപ്പോൾ അങ്ങനെ തർക്കങ്ങളില്ല. മുന്നണിയിൽ ഇപ്പോൾ തർക്കങ്ങളൊന്നുമില്ല. മുന്നണിയിൽ എന്തെങ്കിലും കൂടുതൽ സീറ്റുകൾ അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉഭയകക്ഷി ചർച്ച നടത്തി അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു മെക്കാനിസം UDF-ൻ്റെ അകത്തുണ്ട്. ഇപ്രാവശ്യം ആദ്യം UDF ആയിരിക്കും ഈ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കുന്നത്. ഒരു തർക്കങ്ങളില്ലാതെ ചർച്ച പൂർത്തിയാക്കും. കാരണം ഘടകകക്ഷികൾക്ക് തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ദേശീയ തലത്തിൽ ഉണ്ടാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഞങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് UDF-ൻ്റെ പാർട്ട്നേഴ്സാണ്. ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധി പങ്കെടുത്ത യോഗത്തിൽ ആ സ്പിരിറ്റ് ഞങ്ങൾക്ക് മനസ്സിലായി. അത്ര ആവേശത്തോടു കൂടിയാണ് അവർ കോൺഗ്രസിനെ കുറിച്ച് സംസാരിച്ചത്. താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് വന്ന് ഉന്നതങ്ങളിലെത്തിയ നേതാക്കളുടെ ഒരു നിരയാണ് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ കാലഘട്ടത്തിലും അതുപോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോൾ പെട്ടിയെടുപ്പുകാരുടെ ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയെന്ന് വലിയ വിമർശനം ഉണ്ടായി. കാരണം നേതാക്കന്മാരുടെ പ്രീതി സമ്പാദിക്കുക, നല്ല അലക്കി തേച്ച ഷർട്ടിട്ട് കിടക്കുക, പാർട്ടി പ്രവർത്തനമൊന്നും വേണ്ട, സീറ്റ് കിട്ടും. അതേസമയം താഴെ തട്ടിൽ വർക്ക് ചെയ്യുന്നവനെ ഒരിക്കലും പാർട്ടി അംഗീകരിക്കില്ല. ഈ ഒരു ആക്ഷേപം വളരെ വ്യാപകമായിരുന്നു. അതിന് മാറ്റം ഉണ്ടാവും? അല്ല, സീറ്റ് കിട്ടിയവരെല്ലാവരും അങ്ങനെയുള്ളവരൊന്നും അല്ലല്ലോ. ചിലപ്പോൾ 1-2 പേരൊക്കെ അതിൻ്റെ അകത്ത് നുഴഞ്ഞു കയറി കാണും. എന്തായാലും സംഘടനാപരമായിട്ട് ഉള്ള ഒരു ഉടച്ചുവാർക്കലും ഒരു മാറ്റമൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പക്ഷേ ഇപ്പം ഞങ്ങളുടെ അജണ്ടയിൽ അതല്ല ഉള്ളത്. അജണ്ടയിൽ കോൺഗ്രസിനെ ദേശീയ തലത്തിൽ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ള അല്ലല്ല, അത് നമുക്ക് ഏറ്റവും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പറയും തെരഞ്ഞെടുപ്പ് നടന്ന രക്തപ്പഴി ഉണ്ടാവും, അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വേണ്ട. അപ്പോൾ ഒരു ഒത്തുതീർപ്പിലൂടെ നേതാക്കന്മാരെ അതല്ല, അതിനൊരു സമയം. AK ആന്റണി വയലാർ രവി ആയിട്ട് നടന്നൊരു തെരഞ്ഞെടുപ്പ് അല്ലാതെ അടുത്ത കാലത്ത് കോൺഗ്രസ് എന്തായാലും അതിനൊരു സമയമുണ്ട്. CPM-ൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കണം? ഒരു പാനൽ കൊണ്ടുപോയി പ്രഖ്യാപിക്കും. പക്ഷേ എന്നാലും അവർക്ക് അത് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ പാനലിന് എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ജയിച്ചു വന്ന ഏരിയ സെക്രട്ടറിയും മറ്റവരെ മാറ്റും. എന്നിട്ട് ഔദ്യോഗിക പക്ഷേ
എത്ര ജില്ലാ കമ്മിറ്റികൾ അങ്ങനെ മാറ്റി, എത്ര ഏരിയ കമ്മിറ്റികൾ അങ്ങനെ മാറ്റി, എന്നിട്ട് ഞങ്ങൾ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് നടത്തുന്ന അവർ പറയുന്നതിൽ എന്താ അർത്ഥം? ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് വന്ന നേതൃത്വത്തിന് ഇഷ്ടമില്ലാത്ത ജില്ലാ കമ്മിറ്റികളെയും ഏരിയ കമ്മിറ്റികളെയും കേരളത്തിൽ എത്ര എണ്ണം മാറ്റിയിട്ടുണ്ട്? വേറെ ആളുകളെ അഡീഷണലായിട്ട് നോമിനേറ്റ് ചെയ്ത് മറ്റവരുടെ ഭൂരിപക്ഷം കുറച്ച് ഇല്ലേ? അങ്ങനെ എത്ര? അപ്പം അതൊന്നും ജനാധിപത്യമൊന്നുമില്ല. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അതിലൊരു ഡിസ്കോഴ്സ് നടക്കുന്നുണ്ട്, ഡയലോഗ് നടക്കുന്നുണ്ട്. SFIക്കും DYFIക്കും ഒക്കെ ഒരുപാട് നേതാക്കളെ അവർ ഉയർത്തിക്കൊണ്ട് വരുന്നില്ലേ? കോൺഗ്രസിൽ യൂത്ത് കോൺഗ്രസിന് ഞങ്ങളൊക്കെ അങ്ങനെ ഉയർന്നു വന്ന ആളുകളാണ്. കുറേ കൂടി ആളുകൾ ഉയർന്നു വരണം. തീർച്ചയായിട്ടും അങ്ങ് പറയുന്നത് ശരിയാണ്. ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. അത് ഉണ്ടാകും, കോൺഗ്രസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. കേരളത്തിലപ്പോൾ ഈ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം സീറ്റുകളും UDF കിട്ടുമെന്ന് താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ? ഉറപ്പായിട്ടുണ്ടാകും. വലിയ മുന്നേറ്റമായിരിക്കും ചെയ്യുന്നത്. ഈ സമീപകാലത്തുണ്ടായിരിക്കുന്ന, അതായത് 1977 തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും വലിയ റിസൾട്ടായിരിക്കും UDF അനുകൂലമായി ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, നന്നായി ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല സ്ഥാനാർത്ഥികളുണ്ടാവും, നല്ല വിജയം ഉണ്ടാവും. താങ്കളുടെ ആത്മവിശ്വാസം താങ്കൾക്ക് തുണയാകട്ടെ. താങ്ക് യു.